10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കുക എന്ന് നമ്മൾ കണ്ടു. അതിൽ 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. ഈ വീഡിയോയിൽ സാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. പരീക്ഷ അടുപ്പിച്ച ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്തു വെക്കണം. ആസ്വാദനം നിർബന്ധമായും വരുന്ന ചോദ്യമാണ്. ഉപന്യാസം പോലെ തന്നെ ആസ്വാദനവും എന്താണ് നിർബന്ധമായും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. അപ്പം നമുക്ക് ആസ്വാദനം എന്ന് നമുക്കറിയാം. എന്താണ് ആസ്വാദനം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് നിങ്ങൾ നിരന്തരം കേട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് മുതലേ നിങ്ങൾ കേട്ട് വന്ന ഒരു ചോദ്യമാണ് ആസ്വാദനം തയ്യാറാക്കുക. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് അറിയാം ആസ്വാദനം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അല്ലേ? അപ്പോൾ എന്താണ് ആസ്വാദനം? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വായനയിൽ നിന്ന് നമുക്ക് എന്താണ് ആസ്വദിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ എന്താണ് നമുക്കതിൽ നിന്നുമുണ്ടായ ആത്മീയ സംതൃപ്തി, അതാണ് ശരിക്കും ആസ്വാദനം എന്ന് പറയുന്നത്. അതിനെ ആവിഷ്കരിക്കുന്നതിനെയാണ് നമ്മൾ ആസ്വാദനം എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ആവിഷ്കരിക്കണം അല്ലേ? നമ്മൾ ഒരു കവിത വായിക്കുമ്പോൾ അതിനെങ്ങനെയൊക്കെ നമ്മൾ ആസ്വദിച്ചു എന്നുള്ളതാണ് ശരിക്കും ആസ്വാദനക്കുറിപ്പെന്ന് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയോ? പോരാ. ആദ്യം നമ്മൾ അതിന് വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് ശ്രദ്ധാപൂർവം വായിക്കുക, കേന്ദ്ര ആശയം കണ്ടെത്തുക എന്നുള്ളതാണ്. മറന്നു പോകരുത് എൻ്റെ മക്കൾ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തെ ആഴത്തിൽ, ശ്രദ്ധാപൂർവം ആഴത്തിൽ വായിച്ചിട്ട് അതിൽ നിന്നുള്ള കേന്ദ്ര ആശയമുണ്ടോ അല്ലേ? ഉദാഹരണത്തിന്, എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം എന്ന ഒരു കവിത തന്നാൽ അതിലെ കേന്ദ്രാശയം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും തിമിരം എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ല, എന്താണ് കാഴ്ചയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ലോകം, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത പ്രവൃത്തികൾ നടക്കുന്ന ലോകം എന്നുള്ളതാണ് അതിലെ കേന്ദ്രാശയം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒന്നാണ്. എന്താണ്? തോളത്തു ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി, കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. ആ കവിത മുഴുവൻ വായിക്കും. അതിലെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് ദരിദ്രൻ്റെ ജീവിതമാണ്. കാളവണ്ടിക്കാരൻ്റെ ജീവിതാവസ്ഥ ഒരു ദാരിദ്ര്യം നിറഞ്ഞാണെന്നും ദരിദ്രൻ്റെ ജീവിതമാണ് അവിടെ, അതാണ് അതിൻ്റെ കേന്ദ്രാശയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു കേന്ദ്ര ആശയമുണ്ടാകും, പ്രധാനപ്പെട്ട ആശയമുണ്ടാകും. അത് കണ്ടുപിടിക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരൊറ്റ ആവർത്തി വായിച്ചാൽ മതിയോ? പോരാ. അപ്പോൾ എന്ത് ചെയ്യണം? 15 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം. കാരണം 6 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഇത് നിങ്ങൾ ഒഴിവാക്കിയ പലപ്പോഴും പരീക്ഷയ്ക്ക് സംഭവിക്കാവുന്ന ഒന്നെന്താണെന്നറിയോ? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നെന്താണെന്നറിയോ മക്കൾക്ക്? ഈ ക്വസ്റ്റ്യൻ പലരും അങ്ങ് ഒഴിവാക്കി കളയും. 6 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വാങ്ങാവുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. ഇനി ഒരു ശീർഷകം, അത് നിങ്ങൾ ഉപന്യാസത്തിനൊന്നും കൊടുത്തതുപോലെയുള്ള വലിയ ശീർഷകം കൊടുക്കണം എന്നില്ല. ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു ശീർഷകമാവാം. അത് ഒരു നമ്മളിപ്പോൾ ഒരു പേപ്പറാണെങ്കിൽ ഇവിടെ തന്നെ ശീർഷകം വേണമെന്നില്ല. ഇല്ല, ഇവിടെ മതി ശീർഷകം. സൈഡിൽ നിന്ന് ശീർഷകം ഇവിടെ കൊടുക്കാം, എന്നിട്ട് ചെറിയൊരു അടിവരയിടാം, എന്നിട്ട് അടുത്ത് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ശീർഷകമാണ് ആസ്വാദനത്തിന് കൊടുക്കേണ്ടത്. അത് വലിയ ഉപന്യാസമൊന്നും പോലെ വലിയ ബാനർ ഹെഡ്ലൈൻ കൊടുക്കണ്ട. സൈഡിൽ അല്പം നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലെറ്ററിൻ്റെ വലിപ്പത്തിൽ നിന്ന് കുറച്ച് ഒരല്പം, ചെറിയ വ്യത്യാസത്തിൽ വലിപ്പം കൂട്ടിയിട്ട് ചെറിയ ഒരു എന്ത് ചെയ്യണം? ശീർഷകം കൊടുക്കണം. അത് ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. നമുക്ക് കവിതയ്ക്കൊക്കെ പേരിടുന്നത് കണ്ടില്ലേ നിങ്ങൾ? എന്നതുപോലെ ഒരു ശീർഷകം വേണം. ഖണ്ഡിക തിരിച്ചെഴുതുന്ന അഥവാ പാരഗ്രാഫ് തിരിക്കണം. ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നതായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്,
കുമാരനാശാൻ്റെ ഒരു വരിയാണ് നിങ്ങൾ തന്നതെങ്കിൽ ആധുനിക കവിത്രയത്തിലെ ശ്രേഷ്ഠനും ആധുനിക കവികളിൽ പ്രമുഖനുമായ കുമാരനാശാൻ്റെ ഈ കവിതയിലെ ഏതാണോ കവിത ആ കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കേന്ദ്ര ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബിംബാത്മകമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ കവി ഏതാണോ ആ കവിയെക്കുറിച്ചുള്ള ഒരു സൂചനയായിരിക്കണം നിങ്ങളുടെ ആമുഖം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണോ കവി? ഇനി ദയവ് ചെയ്ത് എൻ്റെ മക്കളോടൊന്ന് പറയാനുള്ളത്, കവിയെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എഴുതി വെക്കേണ്ടതില്ല. കവിയെക്കുറിച്ച് അറിയുന്നത് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വീരാൻകുട്ടിയുടെ കവിതയാ, അല്ലെങ്കിൽ മലയാളത്തിലെ പ്രമുഖ കവിയായ വീരാൻകുട്ടിയുടെ ഈ പേരിലുള്ള കവിതയിൽ നിന്ന് എടുത്ത വരികളാണ് ചുവടെ തന്നിരിക്കുന്നത്. അത് മതി. നിങ്ങൾക്ക് കവിയെക്കുറിച്ച് അറിയുമെങ്കിൽ എന്ത് ചെയ്യാം, കവിയെക്കുറിച്ച് കൂടുതൽ എഴുതാം. മിക്കവാറും നിങ്ങൾക്ക് വരുന്ന കവിതകൾ അധികവും നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിതകൾ എഴുതിയ ഏതെങ്കിലും കവിയുടേത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരിക. ഇല്ലെങ്കിലും മക്കൾ എന്ത് ചെയ്താൽ മതി, ആമുഖം എഴുത്തുകാരനെക്കുറിച്ചും പരിചയപ്പെടുത്തലായിരിക്കണം എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഒരു ജീവചരിത്രക്കുറിപ്പ് പോലെ, അല്ലെങ്കിൽ കവിയെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്ന ഭാഗമായിരിക്കണം നിങ്ങൾ ആമുഖമായിരിക്കുന്നത്. എപ്പോഴും കവിത തന്നെ വരണമെന്നില്ല, കവിത തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ കഥയും വരാം, അങ്ങനെയും വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, കുട്ടിക്കാലത്ത് എന്നെ ബോർഡിങ്ങിലാക്കി, കൂട്ടുകാരോടൊപ്പം കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ മുറിക്കകത്തിട്ട് കമ്പ്യൂട്ടറിനെ പരിചയപ്പെടുത്തി തന്നു. വലുതായപ്പോൾ എന്നെ ഹോസ്റ്റലിൽ ചേർത്തു. വീട്ടിൽ വന്നു പോകുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നു. വലുതായപ്പോൾ എന്നെ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ നിങ്ങളെ വൃദ്ധസദനത്തിലാക്കി എന്ന് പറഞ്ഞ് വിലപിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരു മകൻ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. തന്നിരിക്കുന്ന ഗദ്യഭാഗം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ വർത്തമാനകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, ഇങ്ങനൊരു ചോദ്യം വന്നു. അപ്പം ഗദ്യത്തിൽ നിന്നും പദ്യത്തിൽ നിന്നും വരാം. അപ്പോൾ ഏതാണോ സ്വതന്ത്രമായി നിങ്ങൾ ആസ്വദിച്ചത് എന്താണോ അതാണ് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുക എന്നതാണ് ആമുഖം എഴുതേണ്ടത്. സമാനാശയമുള്ള വരികൾ, വാക്യങ്ങൾ എക്സ്ട്രാ. സമാനാശയങ്ങളുള്ള വരികൾ ഉണ്ടാകും അല്ലേ? സമാനാശയങ്ങളുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ചൊരു കവിത തന്നെ എടുക്കുക. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണമുറ്റത്തെന്നൊരു കവിതയുണ്ട് അല്ലേ? മലയാള സെക്കൻഡിൽ ഓണമുറ്റത്തെന്ന കവിതയുണ്ട്. അതിൽ നിന്നും ഒരു വരി തന്നുകൊണ്ട് പ്രഭാതത്തെ വർണ്ണിച്ചിരിക്കുന്നത് എന്താണ്? നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം കൈത്തിരി വിരലാൽ നീട്ടി പാടല വിരലാൽ നീട്ടി ഓമൽ കവിള് തുടുത്തും തെല്ലൊരു നാണത്തോടെ ഒരുങ്ങി ഇരിപ്പു ഓണക്കോടി ഉടുത്തൊരു ഉഷസേ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അങ്ങനെ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ചങ്ങമ്പുഴയുടെ ഒരു വരിയുണ്ട്, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ. അതും പ്രഭാതവർണ്ണനയാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, സമാനാശയമുള്ള ഏതെങ്കിലും വരികൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ വരികൾ കൂടി ചേർത്ത് വെക്കാം. എവിടെയായിരിക്കണം അത്? അവസാന ഭാഗത്തേക്ക്. ഈ കവിയുടെ ഇന്ന അല്ലെങ്കിൽ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയം തന്നെയാണ് ഇന്ന കവിതയിൽ ഇന്ന കവി പറഞ്ഞിരിക്കുന്നതെന്നും നിങ്ങൾക്ക് എഴുതാം. ആവശ്യമെങ്കിൽ മാത്രം. അത് സമാന ആശയമുള്ള വരികൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ആശയം വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കേണ്ട, ആശയം മാത്രം എഴുതിയാൽ മതി. രചനാ സവിശേഷതകൾ എഴുതണം. അതായത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഒരു കവിതയിൽ, അല്ലെ ഒരു കവിതയോ അല്ലെങ്കിൽ ഗദ്യമാണെങ്കിൽ അതിലെന്തെങ്കിലും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വൃദ്ധസദനം എന്ന വൃദ്ധസദനം എന്ന് പറഞ്ഞ കഥയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ രചനാ സവിശേഷത എന്താണ്? വാർദ്ധക്യത്തിൽ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്നതിൽ ഒരു പരിധി വരെ രക്ഷിതാക്കൾക്കും പങ്കുണ്ട് എന്നതാണ് അതിൻ്റെ രചനാ സവിശേഷതയെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സവിശേഷതയുണ്ടോ അതും എഴുതുക. സാമൂഹിക സമകാലിക പ്രസക്തി, സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിനോട് സംവദിക്കുന്നുണ്ടോ, ഇത് സമൂഹത്തോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയോ സമകാലികമായ എന്തെങ്കിലും പ്രത്യേകത ഇതിനുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്,
അതിന് പിന്നീട് ചെയ്യേണ്ടത്. പിന്നെയോ സ്വ അഭിപ്രായം എഴുതണം. സ്വാഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതുകൂടെ കൺക്ലൂഷൻ ഭാഗത്താണ് ഈ 3 എഴുതേണ്ടത് കേട്ടോ. രചനാ സവിശേഷതകൾ, സമാന ആശയമുള്ള വരികൾ, സാമൂഹ്യ സമകാലിക പ്രസക്തി, സ്വന്തം അഭിപ്രായം, ഇവ നിങ്ങൾ കൺക്ലൂഷൻ പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആശയം ഒരു ആമുഖം ഒരു പാരഗ്രാഫായി, ആശയം ഒരു പാരഗ്രാഫ് എഴുതി. അതോടൊപ്പം തന്നെ എന്ത് എഴുതുക? സാമൂഹിക സമകാലിക പ്രസക്തി എഴുതുക, രചനാ സവിശേഷത ഉണ്ടെങ്കിൽ അത് എഴുതുക, സ്വന്തം അഭിപ്രായം എഴുതുക. ഇത് കൺക്ലൂഷൻ പാരഗ്രാഫിലായിരിക്കണം എഴുതേണ്ടത്. ഇതാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് നേരത്തെ ഉപന്യാസം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ, ഉപന്യാസം ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആസ്വാദനക്കുറിപ്പിനും ഉദാഹരണം വെച്ച് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ആശയം, ആസ്വാദനാംശങ്ങൾ, ആനുകാലികത എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ അരിയില്ലാഞ്ഞിട്ട് എന്നതാണ് കവിതയുടെ പേര്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താം? അരിയില്ലാഞ്ഞിട്ട് എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ശീർഷകം തന്നെ കൊടുക്കാം. അരിയില്ലാഞ്ഞിട്ട് എന്ന കവിത, അല്ലെങ്കിൽ അരിയില്ലാഞ്ഞിട്ട് ഇത് തന്നെ കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട് മറ്റെന്തെങ്കിലും കേന്ദ്ര ആശയം നമ്മുടെ ഉള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശീർഷകമാക്കി കൊടുക്കാം. ഉദാഹരണത്തിന് നോക്കൂ, അപ്പാവം ജനിച്ച നാൾ അവനെ തുണയ്ക്കാഞ്ഞോർ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെപ്പോലെ ചെറിയോർകളും മുന്നിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മാവു പെട്ടെന്ന് വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആപതും വിധവയെ ആശ്വസിപ്പിച്ചു ചിലർ. വിശ്രുതം അയൽ പ്രഭുഗേഹത്തിൽ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശു മെങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ. പിന്നെയോ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ, കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൽ കുടുംബിനി അരിയുണ്ടെന്നാൽ അങ്ങോര് അരിയുണ്ടെന്നാൽ അങ്ങേരന്തരിക്കുകയില്ലല്ലോ. നോക്കൂ മക്കള്, അരിയില്ലാഞ്ഞിട്ട് എന്ന കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? ദാരിദ്ര്യമാണ് അല്ലേ? ഇതിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അരിയില്ലാഞ്ഞിട്ട് എന്നതിൻ്റെ കേന്ദ്രാശയം ദാരിദ്ര്യമാണ്. അപ്പം നമുക്ക് ദാരിദ്ര്യം എന്ന പേര് ശീർഷകമാക്കിയിട്ടുകൂടെ അല്ലേ? അരിയില്ലാഞ്ഞിട്ട് അന്തരിച്ചു എന്ന ആ വരിയിൽ തന്നെയുണ്ട് ദാരിദ്ര്യമാണ് ഇതിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒന്നും കൂടെ നമുക്കൊന്ന് വായിക്കണം അല്ലേ? ഒന്നും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പാവം ജീവിച്ചിരുന്ന നാൾ അവനെ തുണയ്ക്കാഞ്ഞോർ, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവന് യാതൊരുവിധ സഹായവും ചെയ്യാത്തവർ, പ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. മരിച്ചപ്പോൾ എന്ത് ചെയ്യാണ്? താങ്ങുവാൻ എത്തുകയാണ്. അല്ലെങ്കിൽ പെരിയോർക്ക് പോലെ വലിയവരെ പോലെ തന്നെ ചെറിയവരും മരണത്തിനു ശേഷം ആലോകർക്ക് ഇഷ്ടപ്രിയനായി മാറുന്ന സമ്പ്രദായമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ യാതൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞാൽ മാത്രം അവർക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന സമൂഹത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മാവ് വെട്ടുന്നവർ ചിലർ, വേലി തട്ടുന്നു ചിലർ, ആപതും വിധവയെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. വിശ്രുത അയൽ പ്രഭുഗത്തിൽ, വിശ്രുതം എന്ന് പറഞ്ഞാൽ പേര് കേട്ട അയൽ പ്രഭു കുടുംബത്തിലെ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശങ്ങ് എത്തിച്ചേർന്നു. കച്ച അതായത് പുതപ്പിക്കാൻ എന്താ പറയുക, ചുവന്ന പട്ട് കൊണ്ട് മൂടും, അല്ലെങ്കിൽ പുതിയ വെള്ള വസ്ത്രം വാങ്ങിയാൽ അതുകൊണ്ടാണ് മൂടുക. അങ്ങനെ വാങ്ങാൻ അയൽവക്കത്തുള്ള പണക്കാരുടെ വീട്ടിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തോരു കരക്കാരൻ, കരയിലുള്ള മൂത്ത ഒരാൾ, പ്രായം ചെന്ന ആൾ വെറ്റില മുറുക്കാൻ പൊതി, കാരണം മരണ വീട്ടിൽ അതൊക്കെ വെക്കും. തിരക്കായി അകത്തെത്തി പെണ്ണിനോടേവൻ ചൊന്നാൽ, തിരക്കായി അകത്തെത്തി പെണ്ണിനോടേവം, തിരക്കായതുകൊണ്ട് അകത്തെത്തിയിട്ട് പെണ്ണിനോട് പ്രകാരം പറയാണ്, കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി
നിലത്തെന്നാൽ എല്ലാം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു, അല്ലേ? മരണാനന്തരം എല്ലാം ഒരുക്കി കഴിഞ്ഞു. എന്താണ്? ഉണക്കലരി വേണം, ഇത്തിരി വായിക്കരിയുടെ, അല്ലെ? വായിക്കരിയുടെ എള്ളും എന്താണ് തുളസിയും അരിയും വെള്ളവും കൂടെ ചേർത്ത പരേതാത്മാവിന് പിന്നെ അരിയും പൂവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് മരണാനന്തരം. ആ ചടങ്ങിന് കുറച്ച് ഉണക്കലരി വേണം, അത് മാത്രം കിട്ടിയില്ല. അത് എടുക്കാനുണ്ടാവുമോ വീട്ടിലെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അരി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അന്തരിക്കുകയില്ലല്ലോ, അല്ലേ? അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ലല്ലോ. അരി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു. ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം മരിച്ചത്. ഇതാണ് കവിതയുടെ ആശയം. അപ്പോൾ കേന്ദ്ര ആശയം നമ്മൾ വ്യക്തമാക്കി. ഇനി നമ്മൾ തിരിച്ചു പോവാം. ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ശീർഷകം ദാരിദ്ര്യം. അതും നിങ്ങൾ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ വലിയ ഇതിലൊന്നും കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യം, ഇത് മതി. സൈഡിൽ ഒരു ഹെഡിങ് കൊടുത്തു. അപ്പം തലക്കെട്ട് നമ്മൾ കൊടുത്തു. ഇനി ഖണ്ഡിക തിരിച്ചെഴുതണം, പാരഗ്രാഫ് തിരിച്ചെഴുതണം. ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുത്തുകാരനെ നിങ്ങൾ പരിചയപ്പെട്ടത് തന്നെയല്ലേ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വിട എന്ന സമാഹാരത്തിലെ ഓണമുറ്റത്ത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുത്തുകാരനെ കുറിച്ച് കൃത്യമായി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? മലയാളത്തിൻ്റെ പ്രിയ കവിയും ശ്രീ എന്നറിയപ്പെടുന്ന കവിയുമായ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അരിയില്ലാഞ്ഞിട്ട് എന്ന കവിത. കർഷകൻ്റെയും അധ്വാനവർഗത്തിൻ്റെയും പാട്ടുകാരനായ കവി സമൂഹത്തിൽ ദരിദ്രം നേരിടുന്ന വലിയ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ എന്തായി? ആമുഖമായി കവിയെ പരിചയപ്പെടുത്തലായി. ഇനി നിങ്ങൾക്ക് കൂടുതൽ കവിയെക്കുറിച്ച് അറിയാം. മലയാളത്തിൽ ആദ്യമായി മാമ്പഴത്തിൻ്റെ മാധുര്യത്തോടൊപ്പം മാമ്പഴത്തിൻ്റെ മാധുര്യവും അമ്മയുടെ കണ്ണുനീരും ഒരുമിച്ച് അവതരിപ്പിച്ചുകൊണ്ട് മലയാള കാവ്യശാഖയിലേക്ക് നടന്നു കയറിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മാമ്പൂവിൻ്റെ ഗന്ധവും മാവിൻ ചുനമണക്കുന്ന നാട്ടിൻപുറവുമാണ് വൈലോപ്പിള്ളി കവിതകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കതും എഴുതാം. മനസ്സിലായ മക്കൾക്ക്? കവിയെ പരിചയപ്പെടുത്തുകയാണ്, എഴുത്തുകാരനെ പരിചയപ്പെടുത്തലാണ് ആമുഖത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആമുഖം എഴുതി. ഇനി അടുത്തെന്താണ്? ആശയ അവതരണമാണ്. എന്താണ്? ഒരു മരണ വീട്ടിലെ സ്ഥിതിവിശേഷമാണ് ഈ കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആരും തുണയ്ക്ക് എത്താതിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ആ സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് താങ്ങായി എത്തുന്നു എന്ന് കവി പറയുന്നു. തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള മാവ് വെട്ടാൻ വേണ്ടി ചിലർ പോകുന്നു. വേലി തട്ടി മുറ്റം കുറച്ചുകൂടെ വലുതാക്കാൻ ആളുകൾക്കൊക്കെ കൂടി നിന്ന അന്ത്യക്രിയകൾ ചെയ്യാൻ വേണ്ടി വേലി തട്ടിക്കളയാൻ ചിലരെത്തുന്നു. അടുത്ത വീട്ടിലെ പ്രഭു കുടുംബത്തിൽ നിന്നും ആ വീട്ടിലേക്ക് ആവശ്യമായ കച്ച, ആ പരേതാത്മാവിൻ്റെ ഭൗതിക ദേഹം മൂടുവാനുള്ള വെള്ള തുണി വാങ്ങാൻ അടുത്ത വീട്ടിലെ പ്രഭു കുടുംബം തയ്യാറാകുന്നു. തൊട്ട് അടുത്ത അവിടെ മൂത്ത ഒരു കരക്കാരൻ വെറ്റില പൊതി നീട്ടുന്നു. അതിനുശേഷം തിരക്കായി എത്തി ആ വിധവയോടായിട്ട് ചില ആളുകൾ ചോദിക്കുകയാണ്, ഇനി എല്ലാ കാര്യങ്ങളും തങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, മരണാനന്തര ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഇനി ആകെ വേണ്ടത് അവസാനം പരേതാത്മാവിന് പൂവും അരിയും നുള്ളിക്കൊടുത്തുകൊണ്ട് അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി അല്പം ഉണക്കലരിയാണ് വേണ്ടത്, അതെടുക്കാനുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അടിച്ചുകൊണ്ട് ആ വിധവയായ അല്ലെങ്കിൽ മരിച്ച ആളുടെ വിധവയായ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അരി അല്പമെങ്കിലും ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നല്ലോ, അദ്ദേഹം മരിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുന്നു. ഇവിടെ ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് എന്ന് നമുക്ക് വ്യക്തമാകും. അപ്പോൾ ആശയ അവതരണമായി. ഇനി കൺക്ലൂഷനായിട്ടുള്ള കവിത എങ്ങനെ പറയാം? നമുക്ക് സമകാലികമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന കവിതയാണ് അരിയില്ലാഞ്ഞിട്ടെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തവന് കൈത്താങ്ങാകുവാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല.
അദ്ദേഹം ഉള്ളവൻ പൂഴ്ത്തി വെക്കുന്നു, ഇല്ലാത്തവൻ എന്നും ദരിദ്രനായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും ഒന്ന് മരിച്ചാൽ അവനെ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പേരിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് ഇന്ന് സമൂഹം തയ്യാറാകുന്നത്. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ്റെ ആത്മഹത്യ രാഷ്ട്രീയ പോരിനുള്ള ആയുധമാക്കി മാറ്റുക എന്നല്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ആ ആത്മഹത്യയിൽ നിന്നും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തടയാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ മെച്ചപ്പെട്ട ജീവിതം ആ വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. ഇവിടെ മരിച്ച വ്യക്തിക്ക് അയൽ വീട്ടിലുള്ള പ്രഭുവിന് വേണമെങ്കിൽ ദാരിദ്ര്യമില്ലാതാക്കാൻ അല്പം സഹായിക്കാമായിരുന്നു. ഇങ്ങനെ സമകാലികമായ ഒരുപാട് ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. അതിനുശേഷം സമകാലികമായ ഒരുപാട് കവിതകൾ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കവിതയാണ് വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്ന് ചെണ്ട കൊട്ടി കട്ടത്തെയ്യങ്ങളാടുന്നു. ഒരു കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന കവിത ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ മക്കൾക്ക് അറിയുന്ന ഏതെങ്കിലും കവിതയുണ്ടെങ്കിൽ ഈ കവിതയും ഇതുപോലെ ആശയം നമുക്ക് പങ്കുവയ്ക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഇനിയുണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് അത്ഭുതമണി എന്ന് പറയുന്നത് നോക്കൂ. ചീനയിലെ ഒരു രാജാവ് അത്ഭുതമണി ഉണ്ടാക്കാൻ ശില്പിയോട് കൽപ്പിക്കുന്നു. പക്ഷേ ശില്പിയുടെ ആദ്യത്തെ 2 ശ്രമങ്ങളും പരാജയപ്പെടുന്നു. സൗന്ദര്യം പോരാത്തതായിരുന്നു പോരായ്മ. 3-ാം വട്ടം മണി നിർമ്മിക്കുമ്പോൾ അതിനുള്ള സൂത്രം തനിക്കറിയാമെന്ന് ശില്പിയുടെ സുന്ദരിയായ മകൾ പറയുന്നു. അത്ഭുതമണി വൈലോപ്പിള്ളിയുടെ തന്നെയാണ് അത്ഭുതമണിയും. നോക്കൂ നിങ്ങൾ, കൂറുകലർന്ന പണിക്കാർ ഒത്തൊരു കൂറ്റൻ മൂശ പടുക്കുമ്പോൾ ജാലകവാതിലിൽ നിന്നു സുന്ദരി വേലയിലോടും മിഴിയോടെ ആളും തീത്തിള ചേർക്കും വെള്ളോടാളുകൾ പകരാൻ ഭാവിക്ക് കന്യമറിഞ്ഞാൽ മൂശയിലേക്കൊരു കനക മുരുക്കിയ തെളി പോലെ പാവം ശില്പി പിടിപ്പാനുഴറി പ്രാണനു നേരാം പൊന്മകളെ പാടല വർണ്ണം പാതുകയെന്ന് പാണിയിൽ ഉരിശ്ലേഷിച്ചു. എന്തെല്ലാം ആഹൂതി ചെയ്യപ്പെട്ടിടാം പിറവിയെടുപ്പതു വിശ്വോത്തരകല പീഡകൾ പുളയുന്ന എരുതിയിൽ. നോക്കൂ നിങ്ങൾ, അത്ഭുതമണി എന്ന കവിത മുന്നോട്ട് വെക്കുന്ന എന്താണ്? ഇവിടെ കൂറുകലർന്ന ആത്മാർത്ഥതയോടുകൂടി പണിക്കാരോടൊത്ത് കൂറ്റൻ മൂശ എന്ന് പറഞ്ഞാൽ ലോഹം നിർമ്മിക്കുന്ന പണിപ്പുരയിലുള്ള ഒരു വസ്തുവാണ്. അതിനാണ് മൂശ എന്ന് പറയുക. അപ്പം ഒരു ചെമ്പ് പാത്രം നിർമ്മിക്കുകയാണെങ്കിൽ അതിനൊരു മൂശയുണ്ട്. അതിലേക്ക് തിളച്ച ലോഹം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മൂശയിൽ ആ പാത്രത്തിൻ്റെ ഷേപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് പാത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനാണ് മൂശ എന്ന് പറയുക. അപ്പം ജാലകവാതി ജനൽപ്പടിയിൽ നിന്ന് സുന്ദരി വേലയിലോടും മിഴിയോടെ ആ കണ്ണുകൊണ്ട് ആ പണി നടക്കുന്നൊക്കെ നോക്കിക്കൊണ്ട് ആളും തിള ചേർക്കും വെള്ളോടുകൾ പകരാൻ ഭാവിക്കുക. അതായത് ചുവന്ന ആ എന്താ പറയുക ദ്രാവക രൂപത്തിലുള്ള ആ ലോഹത്തിൻ്റെ ആ ഉരുക്കിയ ലോഹത്തിൻ്റെ ആ തിളച്ച് മറിയുന്ന ലോഹത്തിൻ്റെ ആ ദ്രാവകം മൂശയിലേക്ക് ഇടുമ്പോഴാണ് മണിയുടെ രൂപത്തിലാവുന്നത്. അതിന് ചേർക്കുന്ന സമയത്ത് കന്യ മറിഞ്ഞാൽ മൂശയിലേക്കൊരു കനകമുരുക്കിയ തെളി പോലെ അവരെന്ത് ചെയ്യാണ്? ആ മൂശയിലേക്ക് വീഴുകയാണ്. പാവം ശില്പി പിടിപ്പാനുഴറി പ്രാണനു നേരാം പൊന്മകളെ. അപ്പോൾ സ്വന്തം തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ അത്ഭുതമണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പാടലവർണ്ണം ചുവപ്പ് നിറം. നോക്കൂ, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ലോഹക്കൂട്ടാണ് വെള്ളോട്, പാടലം, പാതുകം, ചെരുപ്പ്, പാണി, കൈ. നോക്കൂ, പാണിയിൽ ആശ്രയിച്ചപ്പോൾ അരുമപ്പെട്ടവ എന്തെല്ലാം ആഹൂതി ചെയ്യപ്പെട്ടിട്ടാം പിറവിയെടുപ്പു വിശ്വോത്തര കല പീഡകൾ പൊളയുന്ന എരുതിയിൽ. എന്തെല്ലാമൊക്കെയോ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇതാണ് അത്ഭുതമണി. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? ആവർത്തിച്ച് വായിക്കുക, സ്വതന്ത്രമായി ആസ്വദിക്കുക. അതല്ലേ എന്നിട്ട് ആസ്വദിച്ചത് സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതാണ് ആസ്വാദന ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചീനയിലെ ഒരു രാജാവ് അത്ഭുതമണി ഉണ്ടാക്കാൻ പറയുകയും അത് 2 വട്ടം പരാജയപ്പെട്ടു 3-ാം വട്ടം
നിർമ്മിക്കുമ്പോൾ അതിനുള്ള സൂത്രം തനിക്കറിയാമെന്ന് ശില്പിയുടെ സുന്ദരിയായ മകൾ പറയുന്നു. ശില്പിയുടെ സുന്ദരിയായ മകൾ അത് പറയുന്നു, അത് ചെയ്യുന്നു. ഇതാണല്ലോ. അപ്പോൾ അതായത് ആ സുന്ദരി അതിലേക്ക് ജീവൻ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? കവിത ആ ശില്പം ഭംഗിയുള്ളതാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അത്ഭുതമണി എന്നതിനേക്കാൾ ഉപരി എങ്ങനെ എഴുതാം? ജീവൻ കൊടുത്ത അത്ഭുതമണി, ജീവൻ കൊടുത്ത അത്ഭുതമണി എന്ന ഒരു ശീർഷകമിടാം അല്ലേ? അല്ലെങ്കിൽ വേറെന്താ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന്. ഇത് വായിച്ച് നോക്കിയിട്ട് മക്കൾക്ക് ഏതാണ് അത്ഭുതമണി എന്നിടാതെ, അത്ഭുതമണി എന്ന് വേണ്ട, കാരണം വേറെ ഇഷ്ടം പോലെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? പിറവിയെടുപ്പു വിശ്വോത്തര കല, പിറവിയെടുപ്പു വിശ്വോത്തര കല, ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ശീർഷകം കൊടുക്കുക. അതിനുശേഷം മക്കളിത് നന്നായി വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആസ്വാദനം എഴുതുക. ആദ്യം ആമുഖമാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ച് നമ്മൾ നേരത്തെ കൃത്യമായി പറഞ്ഞാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ കൂടുതൽ കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ അവതരിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആശയാവതരണമാണ് വേണ്ടത്. ആശയാവതരണം എന്തൊക്കെയാണ്? പഠിക്കാരോടൊപ്പം തിളച്ച ലോഹക്കൂട്ട് മൂശയിലേക്ക് പകരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുന്ദരി 2 വട്ടം പരാജയപ്പെട്ടിട്ടും തൻ്റെ പിതാവിന് അത്ഭുതമണി ഉണ്ടാക്കാൻ കഴിയാത്തതിൽ ദുഃഖത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഏറ്റവും വിശ്വോത്തരമായ ഒരു അത്ഭുതമണി ഉണ്ടാക്കാൻ തന്നെ മകൾ സമർപ്പിക്കുന്ന ഭാവം. അതിനുശേഷം കവി പറയുന്നു, ഇതുപോലെ പലതും സമർപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ഉദാത്തമായ കലയുണ്ടായത് എന്ന രൂപത്തിലാണ് കവിത ആശയം എഴുതേണ്ടത്. ഇനി അവസാന ഭാഗത്ത് എങ്ങനെ എഴുതാം? കവി അവസാന ഭാഗത്ത് പറയുന്നത് പോലെ ഒരു ശ്രേഷ്ഠമായ കല ഉണ്ടാകുവാൻ പലപ്പോഴും പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട വന്ന ഒരുപാട് ചരിത്രം നമുക്കറിയാം അല്ലേ? സത്യം, കലയുടെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അല്ലേ? നമ്മളെ അരിസ്റ്റോട്ടിലിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ടവർ അവർ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അവരുടെ തത്വശാസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ, ലോകമറിയാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഉദാഹരണങ്ങൾ എൻ്റെ മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി വെച്ചുകൊണ്ട് സമകാലികമായ പ്രസക്തി കൂടി, കലയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുക, അതുപോലെ ത്യജിക്കുന്ന ഒത്തിരി കലാകാരന്മാർ നമ്മുടെ ലോകത്തുണ്ടെന്നും അതുപോലെ തന്നെയാണ് അത്ഭുതമണി എന്ന് പറയുന്ന കവിതയിലെ പെൺകുട്ടിയും എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കൺക്ലൂഷൻ എഴുതണം. ഇതാണ് ആസ്വാദനം തയ്യാറാക്കാൻ ചെയ്യുമ്പോൾ 2 ആസ്വാദനം നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ശീർഷകം വേണം. അത് വലിയൊരു ബാനർ ശീർഷകം വേണമെന്നില്ല, സൈഡിൽ ഒരു ശീർഷകം കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ എഴുതുന്ന വാക്കിൻ്റെ നിങ്ങളിപ്പം നോക്കൂ, എന്ന് എഴുതാൻ ഇതാണ് വലിപ്പം, അക്ഷരത്തിന് വലിപ്പം ഇതാണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ ഈ ആയ്ക്ക് പകരം എന്ത് ചെയ്യണം? ഇതാണ് നിങ്ങൾ ഉപയോഗിച്ച എങ്കിൽ അത് എഴുതുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ അക്ഷരത്തിൻ്റെ വലിപ്പമെങ്കിൽ ശീർഷകം എഴുതുമ്പോൾ അല്പം കൂടെ വലിപ്പം കൂട്ടണം, അല്പം കൂടെ മാത്രം, വലിയ വലിപ്പത്തിൽ വേണ്ട. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈഡിൽ എഴുതി ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആദ്യം ആമുഖം എഴുതുക. ഖണ്ഡിക തിരിക്കണം. 3 ഖണ്ഡികയാണ് വേണ്ടത്. അത് ഞാൻ പറഞ്ഞു. ആദ്യം കവി പരിചയം, പിന്നെ ആശയം, പിന്നെ സമകാലിക പ്രസക്തി. ഇതാണ് കവിതയുടെ ആസ്വാദനം. ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തൽ തന്നെയാവണം. സമാനാശയമുള്ള വരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ രചനയുടെ സവിശേഷതകൾ എന്താണെന്നുള്ളത് ഉണ്ടെങ്കിൽ അത് എഴുതണം. സാമൂഹ്യ സമകാലിക പ്രസക്തി എഴുതണം. ഓക്കെയാണോ മക്കളെ? ആസ്വാദനം ഇനി നമ്മൾ പരീക്ഷ എടുപ്പിച്ചത് കുറേ കൂടെ ഉദാഹരണങ്ങൾ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ആസ്വാദനം എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി, അതെങ്ങനെ എഴുതണമെന്ന് എനിക്ക് മനസ്സിലായി. 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അതുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തായാലും എൻ്റെ മക്കളെല്ലാം കാണണം, എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം. ഷായ് സാറിനെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളാ എല്ലാം കണ്ടും നല്ല മാർക്ക് വാങ്ങണം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരയ്ക്കും ബായ്.